നമുക്ക് 1 ഇഞ്ച് സ്ഥലമുള്ളിടത്തോളം കഴിയാവുന്ന പച്ചക്കറികളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് വിഷാംശങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. കടയിൽ നിന്നും വാങ്ങുന്ന വെള്ളരിയുടെ വിത്തിൽ നിന്നും സ്വാഭാവികമായി ഉണ്ടായതാണ് ഈ ചെടികൾ. പക്ഷേ അത് വളർന്നു വരുമ്പോൾ ഇലകളെല്ലാം ഏതോ പുഴുക്കൾ തിന്നുന്നു. ഒന്നിന് ഭക്ഷണം എന്ന് പറഞ്ഞ പോലെ പ്രകൃതിയിൽ ഒന്നിനെയും ആരും ചൂഷണം ചെയ്യാതെ ഇരിക്കുന്നില്ല. ചുറ്റും വള്ളിപ്പടർപ്പുകൾ ഉണ്ടാവുന്നത് നല്ലതല്ല. കാരണം പാമ്പുകൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പല വീട്ടമ്മമാരും അടുക്കളത്തോട്ടത്തിൽ നിന്ന് പാമ്പ് കടിച്ച് മരിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ്. ഇത് പരിഗണിച്ച് പടരുന്ന വെള്ളരി തൈകൾ ടെറസിന് മുകളിൽ കൊണ്ട് നട്ടു. പ്ലാസ്റ്റിക് ബാഗിൽ ആക്കി ദിവസേന വെള്ളമൊഴിച്ചു കൊടുത്തു. മറ്റു വളങ്ങളൊന്നും കൊടുക്കാറില്ല. പക്ഷെ അത് പെട്ടെന്ന് പൂക്കളിട്ടു. ഒന്നിൽ ഒരു വെള്ളരി ഉണ്ടാവുകയും ചെയ്തു. ആ വെള്ളരിയാണ് ഈ കാണുന്നത്. പക്ഷേ ഇവിടെയും വേറൊരു ശത്രുവിനെ കണ്ടുപിടിച്ചു. അതേതാണെന്ന് വെച്ചാൽ ഉറുമ്പുകളാണ്. ഈ കാണുന്ന ചെടിയിലെ ഇലകളെല്ലാം ഉറുമ്പുകൾ തിന്നു. അപ്പോൾ ഈ ചെടിയെ വീണ്ടും താഴോട്ട് കൊണ്ടുവന്നു അതിൻ്റെ യഥാസ്ഥാനത്ത് വെച്ചു. നല്ല വളം ഇടുകയും ശ്രദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ടെറസിൽ വെക്കാവുന്നതേ ഉള്ളൂ. മുകളിലത്തെ ചെടിയെ വീണ്ടും താഴെ കൊടുന്ന് വെച്ചു. കാരണം ഇത് താഴെ സ്വാഭാവികമായ അവസ്ഥയിൽ പ്രതിരോധ ശക്തി ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ഏതായാലും നോക്കട്ടെ. മിക്ക വീടുകളിലും കാണുകയും എന്നാൽ നമ്മൾ അത്രയധികം പ്രാധാന്യം നൽകാത്ത ഒരു ഫലമാണ് പപ്പായ. വളരെയധികം പോഷകസമൃദ്ധമായ ഒരു ഫലമാണ് പപ്പായ. കാര്യമായ പരിചരണമൊന്നുമില്ലാതെ തന്നെ വീടിന് ചുറ്റുഭാഗത്തും ഉണ്ടാകുന്നതാണിത്. എല്ലാ കാലത്തും ഇതിൻ്റെ ഫലം കിട്ടുമെന്നതും എടുത്തു പറയേണ്ടതാണ്. വീടിൻ്റെ പാർശ്വഭാഗത്ത് അതിർത്തിയിലാണ് ഇത് വെച്ചത്. 9 തൈകൾ വെച്ചു. പക്ഷേ മുകളിൽ നിന്ന് വെള്ളം ചാടുന്ന ഭാഗത്ത് ഉള്ളത് വളർച്ച മുരടിച്ചു. ഒരാൾ പൊക്കത്തിൽ ആയതിനു ശേഷമാണ് കായ് പിടിക്കുന്നത്. ഇത്തരം കുറേ ചെടികൾ വീടിന് ചുറ്റുമുണ്ടെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും പോഷക സമൃദ്ധമായ ഈ ഫലം എപ്പോഴും ഭുജിക്കാവുന്നതാണ്. മാത്രമല്ല ചുറ്റുപാടും ഒരു ഹരിതാപമായ ഒരു അന്തരീക്ഷം കിട്ടുകയും നല്ലൊരു കൂളിംഗ് ഉണ്ടാവുകയും ചെയ്യും. ഇതിന് ചാണകമോ ഒന്നും ഇട്ടിട്ടില്ല. വെറും വെണ്ണീർ മാത്രം ചില സമയങ്ങളിൽ ഇട്ടു എന്നല്ലാതെ വെള്ളം കൊടുത്തു എന്നല്ലാതെ വേറെ ഒന്നും നൽകിയിട്ടില്ല. ഇത് സൂക്ഷിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ നല്ല ഫലം ചെയ്യുന്നതാണ്. വീടുകളിലേക്ക് വേണ്ട പച്ചക്കറി തൈകളും വിത്തുകളും കൃഷിഭവനിൽ ലഭിക്കുന്നതാണ്. കൂടാതെ കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കേന്ദ്രത്തിൽ ഇത് സംബന്ധിച്ച വിവരങ്ങൾ അവർ പത്രങ്ങളിൽ പരസ്യം ചെയ്യാറുണ്ട്. അത് പോയി വാങ്ങി കൃഷി ചെയ്യാവുന്നതാണ്. ഇത്തരം സസ്യങ്ങളുടെ പരിചരണം അഥവാ ഹോർട്ടിക്കൾച്ചർ ഒരു തെറാപ്പി കൂടിയാണ്. അതായത് ലഘുവായ മാനസിക രോഗങ്ങൾ ഇല്ലാതാക്കാൻ ഇത് ഉപകരിക്കും.